പഠിപ്പിച്ചത് നന്മ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നല്ല വാക്ക് പറയാം, നല്ല വാക്കുകൾ ഉച്ചരിക്കുക. ഇതേ പ്രയോഗം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെയും പറഞ്ഞത്. ഫിർഔന്റെ നേരെ പോയാലും ഖൗലൻ ലയ്യിനൻ, നല്ല വാക്ക്, മൃദുവാക്ക് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ സഹോദരന്മാർ, അതായത് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, നല്ലതാവാൻ, നന്നാവാൻ, അവർ മുത്തഖീങ്ങളാകാൻ ഞങ്ങൾ അവരെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ ഉപദേശിക്കപ്പെട്ട വിഭാഗവും ഉപദേശിച്ചവരെ ഒരു വിഭാഗവും ഇതൊക്കെ കണ്ടിട്ടും മിണ്ടാതെ മാറി തങ്ങളുടെ ആരാധനാ കർമ്മങ്ങളും തങ്ങളുടെ കൽപ്പനകളും നടത്തിയതുമായ ഒരു വിഭാഗം ആളുകൾ. അങ്ങനെ 3 വിഭാഗം ആളുകളായി തരംതിരിഞ്ഞു. ആ 3 വിഭാഗത്തെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, നേരെ തെറ്റു ചെയ്തവർ, ഉമ്മത്തുൻ ആസിയത്തുൻ, തെറ്റു ചെയ്തവർ. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഉമ്മത്തുൻ സാഖിത്തത്തുൻ, എല്ലാം കണ്ടു പക്ഷെ നിശബ്ദമായി ജീവിച്ചവർ, മിണ്ടാതെ നടന്നവർ. ഒരു പണിയില്ല, നമുക്ക് ഈ ഒരു പരിപാടിയും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നു ചിന്തിച്ചവർ. മൂന്നാമത്തെ വിഭാഗമാണ് ഉമ്മത്തുൻ നാഹിയ, തെറ്റിനെതിരായി അരുതെന്ന് പറയാൻ തീരുമാനിച്ചവർ. ഇങ്ങനെ 3 വിഭാഗം ആളുകൾ. അതിൽ ആ 3ാമത്തെ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി, മറ്റു 2 വിഭാഗത്തെയും അള്ളാഹു ശിക്ഷിച്ചു. അങ്ങനെ ഖുർആൻ പറഞ്ഞത്, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, തിന്മ ചെയ്യാൻ തീരുമാനിച്ച വിഭാഗത്തിനെതിരായി അതിശക്തമായി അരുതെന്ന് പറയാൻ തീരുമാനിച്ച വിഭാഗത്തെ നാം രക്ഷപ്പെടുത്തി. അതേസമയം ഈ 2 വിഭാഗം ആളുകൾ എന്ന് പറയുന്നവർ, അതായത് തെറ്റു ചെയ്തവരും മാത്രമല്ല, തെറ്റു ചെയ്യുന്നതിന് മൗനസമ്മതം നൽകുകയും ചെയ്തവരെയും നാം ശിക്ഷിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഞാൻ പ്രത്യേകം ഉണർത്താൻ കാരണം, വലിയ ഉത്തരവാദിത്വമുണ്ട് മഹല്ലു ജമാഅത്തിന്റെ ഭാരവാഹികളായിരിക്കുന്ന ഓരോരുത്തർക്കും. നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി പണിയെടുക്കുകയും ചെയ്യാൻ. യഥാർത്ഥത്തിൽ ഇന്ന് സാമൂഹിക ജീർണതകൾ, അതായത് തിന്മകൾ വരുന്നു എന്നതിനേക്കാളും ഞാൻ ഭയക്കുന്നത് ആ തിന്മകൾക്ക് ന്യായീകരണം ഉണ്ടാകുന്ന വിധം വിശ്വാസ വൈകല്യം വരുന്നു എന്നതാണ്. വിശ്വാസ വൈകല്യം, അതാണ് ഇപ്പോ വരുന്ന ഈ നിയോ ലിബറലിസം പോലെയുള്ള സംഗതികൾ. എല്ലാം തുറന്നിടുക എന്നാണ്. നമ്മുടെ കോളേജുകളിൽ ചെന്നാൽ കുട്ടികൾ ഇങ്ങനെയാണ് എഴുതി വെച്ചത്, എൻ്റെ ശരീരം എനിക്ക് മാത്രം എന്നാണ്. മൈ ബോഡീസ് മൈ, എന്റെ കാര്യത്തിന് എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാകുന്നു എന്ന് പറയാൻ. അതിന് സാമൂഹിക ഉത്തരവാദിത്വമില്ല, അതിന് മതം പറയേണ്ടവർ പറയേണ്ടതില്ല. മൈ ബോഡി ഈസ് മൈ ചോയ്സ്. മൈ ബോഡി, എന്റെ ബോഡി എന്റെ ചോയ്സാണ്, എന്റെ തീരുമാനമാണ്. എന്റെ തീരുമാനത്തിനനുസൃതമായി വിവാഹം വേണോ വേണ്ട, തുറന്ന ലൈംഗികതയിലേക്ക് പോകണോ പോകാം, ഏത് വൃത്തികേടിന്റെയും കൂടെ പോകാം. ഞാനിന്ന് ഈ രാവിലെ ട്രെയിൻ ഇറങ്ങി പോകുന്നത് അഭിനന്ദനായ അഡ്വക്കേറ്റ് മഹ്മൂദ് സാഹിബിന്റെ കൂടെയാണ്. അതായത് മഹ്മൂദ് സാഹിബ് പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാലയത്തിന്റെ മാനേജറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ അനുഭവത്തിന്റെ കഥ പറയുമ്പോൾ 3 കുട്ടികളാണ് പറയുന്നത്, ഫെമിനിസത്തിന്റെ പേരിൽ ഞങ്ങൾ വിവാഹം ചെയ്യാനില്ല എന്ന്. വിവാഹം ചെയ്യാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ പെൺകുട്ടികൾ വിവാഹത്തിനെതിരാകുന്നു. നമ്മുടെ പെൺകുട്ടികൾ അത്തരത്തിലുള്ള ചിന്തകൾ വളർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ കുട്ടികളിൽ അത്തരം ബോധമുണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമം വിദ്യാർത്ഥി സംഘടനകളുടെ പേരിൽ ക്യാമ്പസുകളിൽ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണോ ഇതാണോ മൂപ്പത്തിയതെന്ന് ചോദിച്ച് ചില ആളുകളൊക്കെ നടക്കുമ്പോൾ ഞാൻ പറയാൻ, ഏറ്റവും വലിയ മൂപ്പത്തി നിൽക്കുന്ന പണി ഇപ്പോ നമ്മൾ നോക്കിയാൽ കലാലയം ക്യാമ്പസിലെ ഇത്തരത്തിലുള്ള ചിന്തകൾ വളർന്നു വന്ന് ആ ചിന്ത സമൂഹത്തിൽ വലിയ അർത്ഥത്തിലുള്ള മത വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന വിധമുള്ള മതവിരുദ്ധ ശക്തിയായി അവർ വളരുകയാണ്. ആ വളർച്ച അപകടമാണ്. ചിലപ്പോ ഫാസിസം നമ്മെ ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കാൾ വലുതാണ്
വിശ്വാസത്തിനെതിരായി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്നു കൂടി നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഫാസിസം നിങ്ങളുടെ ഭൗതിക ജീവിതത്തെ മാത്രമേ അവസാനിപ്പിക്കൂ. ചിലപ്പോ വിദ്യാർത്ഥി സമൂഹങ്ങളിൽ പോലും പടർന്നു പിടിക്കുന്ന കമ്മ്യൂണിസം പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് ഒരു ജനതയുടെ മതപരമായിട്ടുള്ള ബോധ്യത്തെ ഇല്ലാതാക്കുകയും അത് രണ്ടു ലോകത്തെയും നശിപ്പിച്ചു കളയും. രണ്ടു ലോകത്തെയും. ഒരു ലോകത്തെ നശിപ്പിക്കുമ്പോൾ മഹാന്മാരായ വിശ്വാസികൾ സ്വഹാബത്തൊക്കെ ചെയ്തിരുന്നത് അവർ സ്വയം പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയായിരുന്നു: രക്ഷപ്പെട്ടു എന്നാണ്. രക്ഷപ്പെട്ടു എന്നാണ്. മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു തആല അൻഹു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്ന സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതുലൻ, അതായത് ഉമ്മയുടെ സഹോദരനാണ് ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു. ആ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു തആല അൻഹുവും 70 അംഗ സംഘവും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രകാരം ചില ഗോത്രവർഗങ്ങളുടെ അടുക്കലേക്ക് പോകുന്ന നേരത്ത് മഹാനായ സയ്യിദുനാ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു തആല അൻഹു ആണ് പറഞ്ഞത്: നിങ്ങൾ അവിടെ നിൽക്കൂ, ഞാൻ അവരോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആദ്യം ചെല്ലാം, എന്നിട്ട് അവരോട് സംസാരിക്കാം. അവർ എന്താണ് എന്നോട് പറയുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തരാം എന്നായിരുന്നു. ഒരുപക്ഷെ അവരെങ്ങാനും വിരുദ്ധമായി പറയുകയോ അതിന്റെ പേരിൽ എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതിനനുസൃതം, അതല്ല അവർ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അതിലേതു ചെയ്യണം, എങ്ങനെ ആകണം എന്നതിനെ കുറിച്ച് അറിയാൻ ഞാൻ ആദ്യം പോകാം എന്ന് പറഞ്ഞു മഹാനായ സയ്യിദുനാ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു. ഹറാം ഇബ്നു മിൽഹാൻ തങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ അവരാദ്യം ചെയ്തത് പിന്നിൽ നിന്ന് കുത്തായിരുന്നു. അങ്ങനെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചു പിളർന്ന് ആ കുന്തം പുറത്തേക്ക് വന്നു എന്ന ഹദീത്തിന്റെ കിതാബുകളൊക്കെ കാണാം. എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നുള്ള കഠാര പ്രയോഗം, അതിന്റെ മുന പുറത്തു വന്നു നിൽക്കാൻ. അപ്പോ ആ മനുഷ്യൻ ആ കത്തിയുടെ തുമ്പ് പിടിച്ചിട്ട് പറയാണ്: ഫുസ്തു വറബ്ബിൽ കഅബ, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ പടച്ചോൻ തന്നെ സത്യം, ഞാൻ ജയിച്ചു. പടച്ച തമ്പുരാൻ തന്നെ സത്യം, ഞാൻ ജയിച്ചു എന്ന്. അവിടെ എന്താ ജയിച്ചത്? അവിടെ ഷഹാദത്തിന്റെ അമരത്വത്തിലേക്ക് ഒരു മനുഷ്യൻ ഈ ഒരൊറ്റ കാരണത്താൽ മാറുന്നു എന്നതിന്റെ വിശ്വാസദാർഢ്യം ആ മഹാനായ സ്വഹാബി പ്രഖ്യാപിക്കാൻ. ഞാൻ ചോദിക്കുന്നതും ഞാൻ പറയുന്നതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ക്യാമ്പസുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള മതവിരുദ്ധതയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ചെറുക്കുന്നില്ല എന്ന് വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു ഭീകരത വരാൻ പോവുകയാണ്. അത് ചില്ലറ കാര്യമല്ല, അത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ടാണ് അനുഭവസ്ഥനായ മുഹമ്മദ് സാഹിബിനെ ഞാൻ ഉദ്ധരിക്കാൻ കാരണം. അങ്ങനെ എത്രയോ ആളുകൾ, എത്രയോ അനുഭവങ്ങൾ, ക്യാമ്പസുകളിൽ നടക്കുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഈ ഉമ്മത്തിലെ പെൺകുട്ടികളെ, ആൺകുട്ടികളെ മോശമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് അതൊരു തരത്തിലൊരു ആശയപരമായ സംഘടനയായി മാറുന്നു. ഒരു ആശയപരമായ സംഘടന. ആശയപരമായ സംഘടനത്തിൽ ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന പ്രകാരം ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന, അതായത് ഒരു തരത്തിലുള്ള ലിംഗപക്ഷവും വേണ്ട എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വരികയാണ്. ജെൻഡർ ന്യൂട്രൽ ആവുക, എല്ലാ ലിംഗവും എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എല്ലാ പക്ഷത്തെയും അംഗീകരിക്കുക. LBGQT ഇതൊക്കെ ഇംഗ്ലീഷിലെ അക്ഷരമാലകളല്ല, ഇത് വലിയ വലിയ അണുബോംബുകളാണ്. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയനാണ്. G എന്ന് പറഞ്ഞാൽ ഗേ സെക്സ് ചെയ്യുന്നവരാണ്, ഗെയ്സ്. LGBTQ ഇവരൊക്കെ ആ രീതിയിൽ, അതായത് മൃഗങ്ങളോട് പോലുമുള്ള ഭോഗത്തെയും അംഗീകരിച്ചു കൊണ്ട് പോകുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ വൃത്തികേടുകളെയാണ് ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നത്. അതെല്ലാം ഇന്ന് നിയമപരമായ അംഗീകാരം നേടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിന്റെ മുമ്പിൽ ഇത്തരം ആശയങ്ങളുടെ പ്രകാശനമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്നത് എത്രമേൽ ഭീകരമായി നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്: മൈ ബോഡി ഈസ് മൈ ചോയ്സ്. എൻ്റെ ശരീരം എനിക്കുള്ളതാണ്. മതം പറഞ്ഞു തരുന്നവർക്ക് പറയാനുള്ളതല്ല. എന്നെ മാതാപിതാക്കൾ പറയുന്ന പ്രകാരം ജീവിക്കാനുള്ളതല്ല. ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു കാലം, അത്തരം ജീർണതകളെല്ലാം കൂടി വളർന്നു വരുന്ന ഒരു കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പുതിയ വിദ്യാഭ്യാസം, ഞാൻ ഈ
മഹല്ല് ജമാഅത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എന്തിനാ ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് ഇപ്പൊ ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ അത് വേണം വേണ്ട വേണണ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണെങ്കിലും അധ്യാപകർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത്തരം ഒരു പോളിസി ഉള്ളാലെ നടന്നുകൊണ്ടേ ഇരിക്കണമെന്നാണ്. ഈ ജെൻഡർ ന്യൂട്രാലിസം നടക്കണമെന്നാണ്. ആൺപെൺ സൗഹൃദങ്ങൾ കൂട്ടണം. അത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കണം. നിങ്ങളുടെ കമ്പാനിയനായി ഒരു പെൺകുട്ടിയാക്കണം. ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയാണ്. അങ്ങനെ ആൺപെൺ സൗഹൃദങ്ങളെ കൂട്ടിയെടുക്കുകയും അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് ഈ ലിംഗനിരപേക്ഷത എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുമ്പോൾ ആണ് പെണ്ണ് എന്ന രണ്ട് ദ്വന്ദ്ങ്ങളെയും ഇല്ലാതാക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എല്ലാത്തിനും, കുടുംബത്തിന്, സമൂഹത്തിന്, ജീവിതത്തിന്, എല്ലാത്തിനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നിയമം വെച്ചു. അതിന് അള്ളാഹു പറഞ്ഞ പേര് പ്രകൃതിയുടെ നിയമം എന്നാണ്. പ്രകൃതിയുടെ നിയമം. ഫാഖിം വജ്ഹക ലിദ്ദീൻ, ഈ മതത്തിലേക്ക് നിങ്ങൾ മുഖം തിരിച്ചോളൂ. ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫതറന്നാസ അലൈഹ, ജനങ്ങളെ മുഴുവനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത് ഈ പ്രകൃതിയിലാണ്, ഈ ശുദ്ധ പ്രകൃതിയിലാണ്. ആ പ്രകൃതിക്ക് മാറ്റം വരാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ പ്രകൃതിക്ക് അള്ളാഹു മാറ്റമൊന്നും വരുത്തുന്നില്ല. കാരണം അത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, അതിന്റെ വിജയത്തിന് വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചതാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ ദീൻ, അതാണ് ദീൻ. ഈ പ്രകൃതി തന്നെയാണ് ദീൻ.